ഇടുക്കി പഴയ മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം നാളെയോടെ അവസാനിപ്പിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, എന്തായാലും നിലവിൽ ഗതാഗത നിയന്ത്രണം നാളെയോടെ അവസാനിപ്പിക്കാം എന്നൊരു വിലയിരുത്തലിലേക്കാണ് അധികൃതർ കടക്കുന്നത്. നിലവിൽ എന്തെല്ലാം നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും നിലവിലെ ഗതാഗത നിയന്ത്രണം നാളെയോടെ അവസാനിപ്പിച്ചേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സബ് കളക്ടർ പ്രതികരിച്ചത് 3 ദിവസത്തിനകം ദേശീയപാതയുടെ ഈ മണ്ണെല്ലാം നീക്കം ചെയ്ത് വെള്ളിയാഴ്ചയോടെ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം എടുത്തു മാറ്റും എന്ന് തന്നെയായിരുന്നു സബ് കളക്ടർ അടക്കം അറിയിച്ചിരുന്നത്. ഏതായാലും ഈ മണ്ണുമാറ്റൽ നടപടികളെല്ലാം തന്നെ ഏകദേശം ഇന്നത്തോടെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെയുള്ള മണ്ണുമാറ്റൽ പ്രക്രിയയെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഈ റോഡ് അടക്കമുള്ള റോഡ് ചെളിക്കുണ്ടായിട്ട് കിടക്കുന്നത് ഈ ചെളിക്കുണ്ടെല്ലാം വെള്ളമടിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ ഒരു യോഗം കൂടെ ചേരും. ഈ യോഗം കൂടിയ ശേഷം ഇവിടെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം അപകട സാധ്യത ഇല്ലെങ്കിൽ തന്നെ നാളെയോടെ ഈ മേഖലയിലേക്കുള്ള ഗതാഗതം ഇതുവഴി പുനഃസ്ഥാപിക്കാൻ തന്നെയാണ് ഒരു നീക്കം നടക്കുന്നതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ മീറ്റിംഗിലായിരിക്കും വ്യക്തത വരികയുള്ള. നാളെ ഗതാഗതം തുറക്കുമോ അല്ലെങ്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഏതായാലും കഴിഞ്ഞ ശനിയാഴ്ചയോടെയായിരുന്നു പഴയ മൂന്നാറിലെ CSA പള്ളിക്ക് സമീപം ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടത്. ഈ വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലായതിനെ തുടർന്നായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയും ഞായറും നിരവധി സഞ്ചാരികൾ എത്തിയ ഒരു സമയമായിരുന്നു ഇത്തരത്തിലൊരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് തന്നെയാണ് അന്നും അനുഭവപ്പെട്ടത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കായിരുന്നു. പോലീസിനും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നായിരുന്നാലും ഈ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ ഏകദേശം ഇന്ന് നോക്കുമ്പോൾ കഴിഞ്ഞാൽ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് അല്പം ശമനമുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും ഇനി ഈ ശനിയും ഞായറും ഇനിയും സഞ്ചാരികൾ മൂന്നാറിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഈ ഗതാഗത നിയന്ത്രണം എടുത്തു മാറ്റിയില്ലെങ്കിൽ നാളെയും അല്ലെങ്കിൽ ശനിയും ഞായറും അടക്കമുള്ള സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയോടെ ഈ ഗതാഗത നിയന്ത്രണം എടുത്തു മാറ്റും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.